Hi all. Next I will explain the topic of phishing attack in computer security. നമ്മൾ കമ്പ്യൂട്ടർ സെക്യൂരിറ്റിയിൽ കണ്ടുവരുന്ന ഒരു അറ്റാക്കാണ് ഫിഷിംഗ് അറ്റാക്ക്. അതെന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്ക് യൂസ്ഡ് ടു സ്റ്റീൽ യൂസർ ഡേറ്റ ഇൻക്ലൂഡിംഗ് ലോഗിംഗ് ക്രെഡൻഷ്യൽസ് ആൻഡ് ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്. അതായത് ഇതൊരു സോഷ്യൽ എഞ്ചിനീയറിംഗ് അറ്റാക്കാണ്. ഇത് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ്, അതായത് യൂസറിൻ്റെ ലോഗിൻ ഡീറ്റെയിൽസ് അല്ലെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് ഓഫ് ദി യൂസർ സ്റ്റീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിഷിംഗ് അറ്റാക്ക് പെർഫോം ചെയ്യുന്നത്. എക്സാമ്പിൾ, ഫിഷിംഗ് ഇമെയിൽ കം ഫ്രം എ ബാങ്കിൽ നിന്ന് ഒരു ഫിഷിംഗ് ഇമെയിൽ വരുവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഡയറക്റ്റിംഗ് ദ ഇൻഡിവിജ്വൽ ടു എ വെബ്സൈറ്റ് വെയർ ദെയർ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് ക്യാൻ ബി റീസെറ്റ് ആൻഡ് കളക്ട് ലോഗിൻ ഇൻഫർമേഷൻ. ദാറ്റ് മീൻസ് ഇപ്പോൾ ഒരു ബാങ്കിൽ നിന്ന് നമുക്കൊരു ഒരു മെയിൽ വരിക. ആ മെയിൽ ഒറിജിനലാണോ അല്ലയോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല. കാരണം ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കാണുമ്പോൾ തന്നെ നമ്മൾ എന്ത് വിചാരിക്കും? അതൊരു ഒറിജിനൽ മെസ്സേജ് ആണെന്ന് വിചാരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും എൻറ്റർ ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് എങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? എൻറ്റർ ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ നടത്തുന്ന അതൊരു ഫിഷിംഗ് അറ്റാക്ക്. അപ്പോൾ അതൊരു ഫിഷിംഗ് ഇമെയിൽ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നടത്തുന്ന ഒരു ഇമെയിലാണ്. പക്ഷെ നമ്മളിത് ഒറിജിനൽ യൂസറാണ് അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ഒരു ഓതൻറ്റിക്കേറ്റഡ് യൂസറാണ്, സ്ഥലത്തു നിന്നാണ് നമുക്ക് ഈ മെയിൽ വന്നതെന്ന് വിചാരിച്ച് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ഒക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, അതാണ് ഫിഷിംഗ് അറ്റാക്ക്. ദെൻ ഹൗ ടു പ്രൊട്ടക്റ്റ് അഗൈൻസ്റ്റ് ഫിഷിംഗ് അറ്റാക്ക്. എങ്ങനെ നമുക്ക് ഫിഷിംഗ് അറ്റാക്കിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നാണ് പറയുന്നത്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് യൂസർ എഡ്യൂക്കേഷൻ. യൂസറിൻ്റെ എഡ്യൂക്കേഷൻ, അതായത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ആൾക്കാരെ പറഞ്ഞു കൊടുക്കുക എന്തൊക്കെ ടൈപ്പ് ഓഫ് മെയിൽ വരാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ്, ഹൗ ടു റെക്കഗ്നൈസ് എ ഫിഷിംഗ് ഇമെയിൽ ആൻഡ് വാട്ട് ടു ഡു വെൻ ദേ റിസീവ്. അങ്ങനെ ഒരെണ്ണം വരുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. സെക്കൻഡ് മെത്തേഡ് ഈസ് സെക്യൂരിറ്റി ടെക്നോളജി. സെക്യൂരിറ്റി ടെക്നോളജി മീൻസ് ഇംപ്രൂവ് അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി ടെക്നോളജീസ് സച്ച് ആസ് ഇമെയിൽ ആൻഡ് വെബ് സെക്യൂരിറ്റി, മാൽവെയർ പ്രൊട്ടക്ഷൻ, ആക്സസ് കൺട്രോൾ എക്സെട്ര. അപ്പോൾ ഇങ്ങനെ കുറേ സെക്യൂരിറ്റി ടെക്നോളജീസ് ആഡ് ചെയ്യുക. അതായത് ഇമെയിൽ, വെബ് സെക്യൂരിറ്റി, ഇമെയിൽ സെക്യൂരിറ്റി, മാൽവെയർ പ്രൊട്ടക്ഷൻ, ആക്സസ് കൺട്രോൾ എക്സെട്ര, അങ്ങനെയുള്ള സെക്യൂരിറ്റി മെക്കാനിസംസ് ആഡ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രൊട്ടക്ഷൻ മെക്കാനിസമാണ്. തേർഡ് മെത്തേഡ് ഈസ് ഇമെയിൽ ഓതൻറ്റിക്കേഷൻ. ഫോർത്ത് വൺ ഈസ് തിങ്ക് ബിഫോർ യു ക്ലിക്ക്. ഓക്കെ, നെക്സ്റ്റ് ഇൻസ്റ്റാൾ ആൻറ്റി ഫിഷിംഗ് ടൂൾ. ഇപ്പോൾ നമ്മൾ ആൻറ്റി വൈറസ് പോലെ തന്നെ ആൻറ്റി ഫിഷിംഗ് ടൂൾ ഉണ്ട്, അത് ഇൻസ്റ്റാൾ ചെയ്യുക. വെരിഫൈ സൈറ്റ് സെക്യൂരിറ്റി. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ചെക്ക് യുവർ ഓൺലൈൻ അക്കൗണ്ട് റെഗുലർലി. ദെൻ കീപ് യുവർ ബ്രൗസർ അപ് ടു ഡേറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് യൂസ് ഫയർ വാൾസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മെത്തേഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സിസ്റ്റത്തെ ഫിഷിംഗ് അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. ഫിഗറിൽ കാണിച്ചേക്കുന്ന ഒരു ഫിഷിംഗ് അറ്റാക്കിന് ഒരു എക്സാമ്പിളാണ്. അപ്പോൾ അതിനകത്തൊരു അറ്റാക്കർ കാണിച്ചിട്ടുണ്ട്. ഫസ്റ്റ് അറ്റാക്കർ സെൻഡ് ആൻ ഇമെയിൽ ടു ദി വിക്റ്റിമായിട്ടുള്ള ഒരാൾക്ക് അറ്റാക്കർ ഒരു ഇമെയിൽ സെൻഡ് ചെയ്തു. ദെൻ സെക്കൻഡ് പോയിന്റ്, വിക്റ്റിം ക്ലിക്സ് ഓൺ ദി ഇമെയിൽ ആൻഡ് ഗോസ് ടു ദി ഫിഷിംഗ് വെബ്സൈറ്റ്. അപ്പോൾ ഒരു വിക്റ്റിം ആ ഇമെയിലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ നേരെ അത് പോകുന്നത് ഒരു ഫിഷിംഗ് വെബ്സൈറ്റിലേക്കായിരിക്കും. ഈ ഒരു വിക്റ്റിമിന് അങ്ങനെ അറിയത്തില്ല അതൊരു ഫിഷിംഗ് വെബ്സൈറ്റ് ആണെന്നുള്ള കാര്യം അറിയത്തില്ല. അതൊരു ഒറിജിനൽ അല്ലെങ്കിൽ ഓതൻറ്റിക്കേറ്റഡ് വെബ്സൈറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ആ ഇമെയിലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ ഫിഷിംഗ് വെബ്സൈറ്റിലേക്ക് പോകും. അപ്പോൾ അവിടെ ചിലപ്പോൾ യൂസറിൻ്റെ, ആ വിക്റ്റിമിൻ്റെ ക്രെഡൻഷ്യൽസ്, യൂസർ നെയിമോ ലോഗിൻ നെയിം, പാസ്വേഡോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? യൂസർ ആ ഇൻഫർമേഷൻസ് എല്ലാം ആ ഫിഷിംഗ് വെബ്സൈറ്റിൽ ആഡ് ചെയ്യും. അപ്പോൾ തേർഡ് പോയിന്റ്, അറ്റാക്കർ കളക്ട്സ് വിക്ടിംസ് ക്രെഡൻഷ്യൽസ്. അപ്പോൾ അറ്റാക്കറിന് ഈ ഫിഷിംഗ് വെബ്സൈറ്റിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും? യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റും. ആ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നാലാമത്തെ പോയിന്റ്, അറ്റാക്കർ യൂസസ് വിക്ടിംസ് ക്രെഡൻഷ്യൽസ് ടു ആക്സസ് വെബ്സൈറ്റ്. അപ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള വെബ്സൈറ്റ് ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റാക്കറിന് യൂസറിൻ്റെ ക്രെഡൻഷ്യൽസ് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫിഷിംഗ് അറ്റാക്ക് പെർഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിഷിംഗ്. പലതരത്തിലുള്ള ഫിഷിംഗ് അറ്റാക്കിനെ കുറിച്ചിട്ടാണ്. ഫസ്റ്റ് വൺ ഈസ് ഡിസെപ്റ്റീവ് ഫിഷിംഗ്. ഡിസെപ്റ്റീവ് ഫിഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ ദിസ് അറ്റാക്കർ അറ്റംപ്റ്റ്സ് ടു ഒബ്റ്റെയിൻ ക്രെഡൻഷ്യൽ ഇൻഫർമേഷൻ ഫ്രം ദി വിക്ടിംസിൽ നിന്ന് വിക്ടിംസിൻ്റെ ക്രെഡൻഷ്യൽ ഇൻഫർമേഷൻ. ക്രെഡൻഷ്യൽ മീൻസ് യൂസറിൻ്റെ ലോഗിൻ നെയിം, പാസ്വേഡ് അങ്ങനെയുള്ള ഇൻഫർമേഷൻസ്
അറ്റാക്കർ ഒബ്റ്റെയിൻ ചെയ്യുന്നു. അറ്റാക്കർ യൂസ് ദിസ് ഇൻഫർമേഷൻസ് ടു സ്റ്റീൽ മണി ഓർ ലോഞ്ച് അതർ അറ്റാക്സ്. അതായത് ഈ ഇൻഫർമേഷൻസ് എന്തിനു വേണ്ടിയിട്ടാണ് എടുക്കുന്നത്? ഒന്നുകിൽ മണി എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അതർ അറ്റാക്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ ഇനി എക്സാമ്പിളായിട്ട് പറയുന്നത് ഫേക്ക് ഇമെയിൽ ഫ്രം ബാങ്ക്. അപ്പോൾ ബാങ്കിൽ നിന്ന് ഒരു ഇമെയിൽ വരുവാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആ ഇമെയിലിൽ കൊടുക്കും. അപ്പോൾ അങ്ങനെ ആ ഇമെയിൽ വഴി ഒരു ഫിഷറിന് അല്ലെങ്കിൽ ഒരു അറ്റാക്കറിന് അറ്റാക്ക് പെർഫോം ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യൂസിൻ്റെ ഇൻഫർമേഷൻസ് എടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പിനെയാണ് നമ്മൾ ഡിസെപ്റ്റീവ് ഫിഷിംഗ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ഈസ് സ്പിയർ ഫിഷിംഗ്. Spear phishing means it targets specific individuals instead of wide group of people. അതായത് ഇതൊരു വൈഡ് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇറ്റ് ടാർഗറ്റ് സ്പെസിഫിക് ഇൻഡിവിജ്വൽസ്, ഒരു പർട്ടിക്കുലർ ഇൻഡിവിജ്വൽസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അറ്റാക്കാണ് സ്പിയർ ഫിഷിംഗ്. ആ ഇൻഫർമേഷൻസ് എടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്നാവാം, അതർ സൈറ്റിൽ നിന്നാവാം. അങ്ങനെ ഓരോ യൂസറിനെ കുറിച്ച് അല്ലെ വിക്ടിമിനെ കുറിച്ച് റിസർച്ച് ചെയ്ത് നടത്തുന്ന അറ്റാക്കാണ് സ്പിയർ ഫിഷിംഗ് എന്ന് പറയുന്നത്. അറ്റാക്കർ റിസർച്ച് ദിസ് വിക്ടിംസ് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് അതർ സൈറ്റ്. തേർഡ് വൺ ഈസ് വെയിലിംഗ് അറ്റാക്ക് എന്നാണ് പറയുന്നത്. ഇൻ ദിസ് അറ്റാക്കർ മെയിൻലി ഫോക്കസ് ഓൺ ഇമ്പോർട്ടൻറ്റ് പീപ്പിൾ ഓഫ് ദി കമ്പനി ലൈക്ക് CEO. അതായത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീപ്പിളിനെ നോക്കും. അതായത് ഒരു കമ്പനി CEO, അങ്ങനെയുള്ള ഹൈ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനെ നോക്കിയിട്ട് അവരുടെ ഇൻഫർമേഷൻസാണ് കളക്ട് ചെയ്യുന്നത്. കാരണം അവർക്ക് കുറേ കാര്യങ്ങൾ ഒരു കമ്പനിയുടെ ഉള്ളിൽ ചെയ്യാൻ പറ്റും. അവർ ഒരുപാട് കാര്യങ്ങൾ ഡീല് ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. അപ്പോൾ അവരുടെ ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ അവരുടെ ക്രെഡൻഷ്യൽസ് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് വെയിലിംഗ് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ബിക്കോസ് ഹൈ ലെവൽ എക്സിക്യൂട്ടീവ്സ് ആർ ഏബിൾ ടു ആക്സസ് ഗ്രേറ്റ് ഡീൽ ഓഫ് കമ്പനി ഇൻഫർമേഷൻ. അതായത് ഹൈ ലെവൽ എക്സിക്യൂട്ടീവ്സ് ആയിരിക്കും ഒരു കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എല്ലാം കൈകാര്യം ചെയ്യുന്ന വ്യക്തി. അപ്പം അവരുടെ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഈ അറ്റാക്കിൽ പെർഫോം ചെയ്യുന്നത്. ദാറ്റ് മീൻസ് വെയിലിംഗ് അറ്റാക്ക്. നെക്സ്റ്റ് വൺ ഈസ് ഫാമിംഗ്. ഇറ്റ് ഈസ് എൻ യൂസർ ടു ഫ്രോഡ്ലന്റ് വെബ്സൈറ്റ് ദാറ്റ് അപ്പിയേഴ്സ് ടു ബി ലെജിറ്റിമേറ്റ്. അതിനകത്ത് ഫാമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസറിനെ ഒരു ഫ്രോഡായിട്ടുള്ളൊരു വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോകുന്നു. പക്ഷെ അത് അപ്പിയർ ചെയ്യുന്ന എന്തായിട്ടായിരിക്കും? ഒരു ഒറിജിനൽ അല്ലെങ്കിൽ ഒരു ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണെന്ന് നമുക്ക് അപ്പിയർ ചെയ്യിക്കും. പക്ഷേ ഒറിജിനലി അതൊരു ഫ്രോഡ് വെബ്സൈറ്റ് ആയിരിക്കും. വിക്ടിം ക്ലിക്ക് ഓൺ എ മലീഷ്യസ് ലിങ്ക്. അപ്പോൾ അവിടെയുള്ള മലീഷ്യസ് ലിങ്കിൽ വിക്ടിം ക്ലിക്ക് ചെയ്താൽ ആൻഡ് മൂവ് ഓൺ ടു ദി ബോഗസ് സൈറ്റ്, വേറെ സൈറ്റിലേക്ക്, അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സൈറ്റിലേക്ക് പോകുന്നു. അറ്റാക്കർ ഇൻഫെക്റ്റ് യൂസേഴ്സ് കമ്പ്യൂട്ടർ ഓർ വെബ്സൈറ്റ്സ് DNS സെർവർ. ഇതുവഴി നടക്കുന്ന യൂസേഴ്സിൻ്റെ കമ്പ്യൂട്ടറെ ഇൻഫെക്റ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ DNS സെർവർ ഹാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന അറ്റാക്കിന് നമ്മൾ ഫാമിംഗ് അറ്റാക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മാൻ ഇൻ ദ മിഡിൽ ഫിഷിംഗ്. നമുക്ക് മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് അറിയാം. അതുപോലെ തന്നെ ഇൻ ദിസ് ഹാക്കേഴ്സ് പൊസിഷൻ ബിറ്റ്വീൻ ദ യൂസർ ആൻഡ് ലെജിറ്റിമേറ്റ് വെബ്സൈറ്റ് ഓർ സിസ്റ്റം. ഇപ്പോൾ സിസ്റ്റത്തിനും ഒരു യൂസറിനും ഇടയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഹാക്കർ പ്ലേസ് ചെയ്തേക്കുന്ന അതിൻ്റെ ഇടയിലാണ്. ദേ റെക്കോർഡ് ദ ഇൻഫർമേഷൻ ബീയിങ് എൻറ്റേർഡ്. ലേറ്റർ ദേ വിൽ സെൽ ദ ഇൻഫർമേഷൻസ് ആൻഡ് ഓർ യൂസ് ദ ഇൻഫർമേഷൻ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഒരാളായിട്ട് അറ്റാക്കർ പെർഫോം ചെയ്യും. എന്താണ് യൂസറൊക്കെ എൻ്റർ ചെയ്യുന്ന ഡേറ്റ് അതെല്ലാം റെക്കോർഡ് ചെയ്യും. ആ റെക്കോർഡ് ചെയ്തേക്കുന്ന ഇൻഫർമേഷൻസ് പിന്നെ സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ ആ ഇൻഫർമേഷൻസ് യൂസ് ചെയ്യുകയോ ചെയ്യും. അതിനാണ് നമ്മൾ മാൻ ഇൻ ദ മിഡിൽ അറ്റാക്ക് എന്ന് പറയുന്നത്, ഓർ ഫിഷിംഗ് എന്ന് പറയുന്നത്. ആറാമത്തെ പോയിൻ്റായിട്ട് വരുന്നത് സെർച്ച് എഞ്ചിൻ ഫിഷിംഗ് ആണ്. ഹിയർ അറ്റാക്കർ ക്രിയേറ്റ് വിത്ത് അട്രാക്റ്റീവ് ഓഫേഴ്സ് ആൻഡ് യൂസേഴ്സ് ഫൈൻഡ് ദ സൈറ്റ് വിത്ത് നോർമൽ സെർച്ചിങ് ഓഫ് പ്രൊഡക്ട്സ് ഓർ സർവീസസ്. അതായത് ഇവിടെ സെർച്ച് എഞ്ചിൻ ഫിഷിംഗ് ആണ്. പേരിൽ തന്നെ എല്ലാത്തിൽ നിന്നും മനസ്സിലാക്കാം. അതായത് ഇവിടെ നോർമൽ സെർച്ചിങ് പോലെ ഫീൽ ചെയ്യിക്കും. ദെൻ ഹിയർ ദ അറ്റാക്കർ ക്രിയേറ്റ് ആൻ അട്രാക്റ്റീവ് ഓഫേഴ്സ്. അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫേഴ്സ് കൊടുക്കും. അതായത് ഇപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങാൻ വേണ്ടി സെർച്ച് ചെയ്യുവാണെങ്കിൽ അട്രാക്റ്റീവ് ഓഫേഴ്സ് കാണിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? ക്ലിക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇൻഫർമേഷൻസ് എങ്ങോട്ട് പോകും? ഫിഷറിലേക്ക് അല്ലെങ്കിൽ അറ്റാക്കറിലേക്ക് എടുക്കാൻ പറ്റും. ആൻഡ് ഫൂൾഡ് ഇൻ ടു ഗിവിങ് അപ്പ് ദെയർ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ അറ്റാക്കർ എന്ത് ചെയ്യും? ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഉള്ള ഒരു ഓഫർ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ എന്ത് ചെയ്യും? അതിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ അത്
അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു സൈറ്റിലേക്ക് പോകും. അതിനെയാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ഫിഷിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ക്ലോൺ ഫിഷിംഗ്. ക്ലോൺ ഫിഷിംഗ് മീൻസ് ഹിയർ അറ്റാക്കർ ക്രിയേറ്റ്സ് എ ക്ലോൺഡ് ഇമെയിൽ. ക്ലോൺഡ് ഇമെയിൽ എന്ന് വെച്ചാൽ ഒരുപോലത്തെ ഇമെയിൽ ക്രിയേറ്റ് ചെയ്യും. He does this by getting information such as contents and recipient address from an email which was delivered previously. ഇപ്പോൾ നമ്മൾ പ്രീവിയസ് ആയിട്ട് അയച്ചേക്കുന്ന ഒരു ഇമെയിലിൻ്റെ റെസിപ്പിയൻ്റ് അഡ്രസ്സും കണ്ടൻറ്റും നോക്കിയിട്ടാണ് ഒരു ക്ലോൺ ഇമെയിൽ ജനറേറ്റ് ചെയ്യുന്നത്. ദെൻ ഹി സെൻഡ് ദ സെയിം മെയിൽ വിത്ത് ദ ലിങ്ക് റീപ്ലേസ്ഡ് ബൈ മലീഷ്യസ് വൺ. അപ്പോൾ അവിടെ ഈ സെയിം ഒരു റെസിപ്പിയൻറ്റിലേക്ക് അയക്കുന്നു, സെയിം കണ്ടൻറ്റ് വെച്ചിട്ട്, പക്ഷെ അവിടെ ഒരു മലീഷ്യസ് ആയിട്ടുള്ള ലിങ്കും കൂടെ ആഡ് ചെയ്യുന്നു. ആ ലിങ്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് റിസീവ് ചെയ്യുന്ന ആൾ ക്ലിക്ക് ചെയ്യുന്നു, ദെൻ മലീഷ്യസ് ആയിട്ടുള്ള ഒരു സൈറ്റിലേക്ക് പോകുന്നു. അതിനെയാണ് നമ്മൾ ക്ലോൺ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓൾറെഡി സെൻഡ് ചെയ്ത ഒരു മെയിൽ പോലത്തെ തന്നെ വേറൊരു മെയിൽ ഉണ്ടാക്കുന്നു. അതിനെയാണ് നമ്മൾ ക്ലോൺഡ് ഇമെയിൽ എന്ന് പറയുന്നത്. അതുവഴി നടത്തുന്ന അറ്റാക്കാണ് ക്ലോൺ ഫിഷിംഗ്. നെക്സ്റ്റ് വൺ ഈസ് കണ്ടൻറ്റ് ഇഞ്ചക്ഷൻ. കണ്ടൻറ്റ് ഇഞ്ചക്ഷൻ മീൻസ് വെയർ ദ ഫിഷർ ഓർ അറ്റാക്കർ ചേഞ്ചസ് എ പാർട്ട് ഓഫ് കണ്ടൻറ്റ് ഓൺ ദി പേജ് ഓഫ് ദി റിലയബിൾ വെബ്സൈറ്റ്. ഒരു റിലയബിൾ ആയിട്ടുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ഒരു പാർട്ട് ഓഫ് ദി കണ്ടൻറ്റ്, ഒരു കണ്ടൻറ്റിൻ്റെ ഒരു പാർട്ട് ചേഞ്ച് നടത്തുന്നു. അതിനാണ് കണ്ടൻറ്റ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലിങ്ക് മാനിപ്പുലേഷൻ. ലിങ്ക് മാനിപ്പുലേഷൻ ഹിയർ ദ ഫിഷർ സെൻഡ് എ ലിങ്ക് ടു എ മലീഷ്യസ് വെബ്സൈറ്റ്. ഇവിടെ ഫിഷർ ഒരു ലിങ്ക് സെൻഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ലിങ്ക് മാനിപ്പുലേഷൻ എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ ഈസ് സ്മിഷിംഗ്. സ്മിഷിംഗ് മീൻസ് SMS ഫിഷിംഗ് ആണ്. ദാറ്റ് ഈസ് ഫിഷിംഗ് കണ്ടക്റ്റഡ് ത്രൂ SMS വഴി കണ്ടക്ട് ചെയ്യുന്ന ഫിഷിങ്ങിനെയാണ് നമ്മൾ സ്മിഷിംഗ് അല്ലെങ്കിൽ SMS ഫിഷിംഗ് എന്ന് പറയുന്നത്.